വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിൽ 9ാം നാളും തുടരും. സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 152 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. തിരച്ചിലിന് നാട്ടുകാർക്ക് പുറമെ ബന്ധുക്കളുടെ സഹായവും തേടാനാണ് തീരുമാനം. ബന്ധുക്കൾ പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചും പരിശോധന നടക്കും. സൺറൈസ് വാലിയിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും പരിശോധന തുടരുക. വിവിധ വകുപ്പുകളുടെ മേധാവിമാർ തിരച്ചിൽ സംഘത്തിനൊപ്പം ഉണ്ടാകും. സൺറൈസ് വാലിയിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ പ്രത്യേക സംഘം ഇന്നലെ 4 കിലോമീറ്റർ ദൂരം പരിശോധന നടത്തിയിരുന്നു. ഇന്ന് 6 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് പരിശോധന വ്യാപിപ്പിക്കും. തിരിച്ചറിയാത്ത 218 മൃതദേഹമാണ് ഇതുവരെ സംസ്കരിച്ചിട്ടുള്ളത്. മരണം 400 കടന്നതായാണ് സ്ഥിരീകരിക്കാത്ത വിവരം. പുത്തുമലയിലെ ഈ ശ്മശാന ഭൂമി പ്രത്യേക വേലി കെട്ടിത്തിരിച്ച് സ്ഥിരം ശ്മശാന ഭൂമിയാക്കി മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. കണ്ടെത്താനുള്ളവരും പേരും മേൽവിലാസവും അടക്കമുള്ള വിവരങ്ങൾ റവന്യൂ വകുപ്പ് പുറത്തുവിട്ടിട്ടുമുണ്ട്. 310 ഹെക്ടർ കൃഷിഭൂമി കുത്തിയൊലിച്ചെത്തിയ ഉരുൾപൊട്ടലിൽ നശിച്ചതായാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. 6 ഹെക്ടറോളം വനഭൂമിയും ചെളിയിലാണ്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാക്കുന്ന കാപ്പിത്തോട്ടങ്ങളിലാണ് 100 ഹെക്ടറാണ് നശിച്ചത്. 70 ഹെക്ടർ കുരുമുളകും 50 ഹെക്ടർ ഏലവും നശിച്ചിട്ടുണ്ട്. പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ തേയില തോട്ടങ്ങളും നശിച്ചിട്ടുണ്ട്. 55 ഹെക്ടറോളമാണ് ഇല്ലാതായത്. നിലവിലെ ദുരിത മേഖലയിൽ 16 ക്യാമ്പുകളിലായി 2225 പേരാണ് കഴിയുന്നത്. 847 പുരുഷന്മാർ, 845 സ്ത്രീകൾ, 533 കുട്ടികൾ, 4 ഗർഭിണികൾ എന്നിങ്ങനെയാണ് വിശദമായ കണക്കുകൾ. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ രക്തസാമ്പിളുകൾ DNA പരിശോധനയുടെ ഭാഗമായി ശേഖരിക്കും. ഇവർക്ക് റേഷൻ കാർഡുകളും ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുനരധിവാസം പൂർത്തിയാക്കുന്നതുവരെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകളും താമസത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസും അറിയിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ 27 ക്വാർട്ടേഴ്സുകൾക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാനാണ് തീരുമാനം. കൽപ്പറ്റയിൽ മാത്രം 15 ക്വാർട്ടേഴ്സുകളാണ് വകുപ്പിന് കീഴിലുള്ളത്.